ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ പാളിച്ചയുണ്ടെങ്കിൽ പുതിയ അന്വേഷണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ബാക്കിയെല്ലാം പിന്നീട് തീരുമാനിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിൽ അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. അത് ഇനിയും കുറേ സത്യങ്ങൾ വരാനുണ്ട്. മറ്റേ വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നു ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സന്നിധാനത്ത് വളരെ നിർണായകമായ ഒരു പരിശോധന നടക്കുന്നു. അതിനുശേഷം കൃത്യമായൊരു റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം എന്താണ് വിഷയത്തിൽ? കുറ്റപത്രം വരട്ടെ, അതിനുശേഷം എന്താണോ? കുറ്റപത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും പുതിയ അന്വേഷണം സംസ്ഥാന സർക്കാർ തീരുമാനിക്കും, ക്യാബിനറ്റ് തീരുമാനിക്കും. നിർണായകമായ പ്രതികരണമാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ അല്പസമയം മുൻപ് നമ്മോട് നടത്തിയിരിക്കുന്നത്. SIT അന്വേഷണത്തെക്കുറിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ തോതിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ SITയുടെ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിമർശിക്കാനോ മറ്റോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ ദേവസ്വത്തിൻ്റെ പ്ലീഡറാക്കാനുള്ള നീക്കം സർക്കാരിന് മേൽ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി പിന്നീട് അദ്ദേഹത്തിന് പ്രദീപിന് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് കെ മുരളീധരൻ ദേവസ്വം മന്ത്രിയുടെ നിർണായകമായ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും അതിൽ ഒരു പുനരന്വേഷണം അല്ലെങ്കിൽ പുതിയൊരു ടീമിനെ വെച്ചുള്ള ഒരു അന്വേഷണം നടത്തുമെന്നാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇനിയും കുറേ സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. വാസവൻ മുൻ മന്ത്രി തന്നെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും ഞങ്ങളെക്കുറിച്ച് പലതും പറയും എന്ന് വാസവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനർത്ഥം കൃത്യമായ രീതിയിൽ ഇനിയും കുറേ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക് ഇത് തന്നെയാണ് അമൃത. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റപത്രത്തിൽ ന്യൂനതകൾ ഉണ്ടെങ്കിൽ പുതിയ അന്വേഷണത്തിലേക്ക് കടക്കാൻ UDF സർക്കാർ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.